അയ്യപ്പന്റെ സ്വർണം മാത്രമല്ല കോടതിയിൽ ചെന്ന് കസ്റ്റഡിയിലെ ജെട്ടി വരെ മോഷ്ടിക്കുന്നവർ ഈ പക്ഷത്തുണ്ട് സർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പിണറായി വിജയൻ സർക്കാരിനും ആന്റണി രാജു MLAക്കും വൻ തിരിച്ചടി. പിണറായി സർക്കാരിന് വല്ലാത്ത അടിയായി ആന്റണി രാജുവിന്റെ ജെട്ടി കേസ്. മയക്കുമരുന്ന് കേസിലെ പ്രതിയുടെ ജെട്ടി അടിച്ചുമാറ്റിയ വീരൻ നീതിദേവതയുടെ ക്ഷേത്രത്തിൽ പോലും കടന്നു കൊള്ളയടിച്ച ആളാണ്. ഇവരൊക്കെയാണ് 5 വർഷം ജനപ്രതിനിധിയായി വിലസി കേരളം ഭരിച്ചത്. ജെട്ടി കേസിൽ ആരോപണം നിൽക്കുമ്പോഴാണ് ഈ സർക്കാരിലെ മന്ത്രിയായത്. 1ാം വട്ട പിണറായി സർക്കാരിലെ മന്ത്രി, 2ാം വട്ടമായപ്പോൾ MLA, അങ്ങനെയും ഈ സർക്കാരിന്റെ പ്രതിനിധിയായി. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ ഏതു വിധേനയും രക്ഷപ്പെടുത്തിയ ഒരു അഭിഭാഷകൻ പിന്നെ മന്ത്രിയായാൽ അയാൾക്ക് എന്ത് ധാർമ്മികതയാണ് അവകാശപ്പെടാൻ ഉള്ളത്? ആന്റണി രാജുവിന്റെ ജെട്ടി കേസ് പിണറായിക്ക് കനത്ത തിരിച്ചടിയാണെന്ന് പറയുമ്പോൾ എന്തും ഏതും പിണറായിയുടെ തലയ്ക്ക് വെക്കല്ലേ എന്ന് പറയുന്ന ചിലരോടൊക്കെ ചോദിക്കാനുള്ളത്, പിണറായിയുടെ നിഴലിൽ വളർന്നു വലുതായ അതികായനാണ് ആന്റണി രാജു MLA എന്നതാണ്. 1990 ഏപ്രിൽ 4-നാണ് കേസിന് അടിസ്ഥാനമായ സംഭവം നടക്കുന്നത്. അടിവസ്ത്രത്തിൽ 2 പാക്കറ്റ് ലഹരി മരുന്നുമായി ഒരു ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കുന്നതിനായാണ് അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കൃത്രിമം കാട്ടിയത്. സാൽവദോറിന്റെ അഭിഭാഷകരുടെ ജൂനിയറായിരുന്നു ആന്റണി രാജു. കോടതിയിലെ ക്ലർക്കിന്റെ സഹായത്തോടെ തൊണ്ടി മുതലായ ആ അടിവസ്ത്രം പുറത്തെത്തിച്ച് വെട്ടിത്തച്ച് ചെറുതാക്കി തിരികെ വെച്ചു. അടിവസ്ത്രത്തിന്റെ അളവിൽ വ്യത്യാസം കണ്ടതോടെ ഇത് സാൽവദോറിന്റേതല്ല എന്ന വിലയിരുത്തലിൽ ഹൈക്കോടതി പ്രതിയെ വിട്ടയച്ചു. പാകമാകാത്ത അടിവസ്ത്രമാണ് എന്ന വാദമാണ് സാൽവദോറിനെ രക്ഷിച്ചത്. പിന്നീട് മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ സാൽവദോർ തന്നെ ഈ കാര്യം സഹതടവുകാരനോട് പറയുകയുണ്ടായി. ഇങ്ങനെയാണ് തൊണ്ടി മുതലിലെ തിരിമറി പുറത്തുവരുന്നത്. തുടർന്ന് 1994-ൽ കേസ് രജിസ്റ്റർ ചെയ്തു. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രത്തിൽ കൃത്രിമം നടന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാതി നൽകി. ഇതോടെയാണ് സാൽവദോറിന് വേണ്ടി ഹാജരായ ആന്റണി രാജുവും കോടതി ജീവനക്കാരനായ ജോസും പ്രതികളാകുന്നത്. തുടർന്ന് കേസ് അന്വേഷിച്ച പോലീസ് കോടതി ജീവനക്കാരനായ KS ജോസിനെ 1ാം പ്രതിയാക്കിയും ആന്റണി രാജുവിനെ 2ാം പ്രതിയാക്കിയും കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. നീണ്ട പതിറ്റാണ്ടുകൾക്കൊടുവിൽ ആന്റണി രാജുവിനെതിരെ ഗൂഢാലോചനയും വ്യാജ തെളിവുണ്ടാക്കൽ കുറ്റവും തെളിഞ്ഞിരിക്കുകയാണ്. 14 വർഷത്തിലധികം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് എങ്കിലും 2 വർഷത്തിന് മുകളിലേക്കാണ് മേൽക്കോടതി ശിക്ഷ വിധിക്കുന്നതെങ്കിൽ MLA സ്ഥാനം നഷ്ടമാകും. 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ആന്റണി രാജുവിന് കഴിയില്ല. ലഹരിക്കടത്ത് പ്രതിയായി കേരളത്തിൽ കുടുങ്ങിയ വിദേശിയെ രക്ഷിക്കാൻ വക്കാലത്തെടുത്ത ആന്റണി രാജുവിന്റെ അതിബുദ്ധിക്ക് ഇരയായത് മാന്യനായ ഒരു കോടതി ജീവനക്കാരനാണ് എന്നതും ഇവിടെ ഓർമ്മിക്കേണ്ടി വരും. അന്ന് വെറും 30 വയസ്സ് മാത്രമുണ്ടായിരുന്ന KS ജോസ് ലഹരിക്കടത്ത് കേസ് പരിഗണിച്ചിരുന്ന ജുഡീഷ്യൽ സെക്കൻഡ് ക്ലാസ് കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലാർക്ക് ആയിരുന്നത്രേ. തൊണ്ടി വസ്തുക്കളുടെ കസ്റ്റോഡിയൻ അറിയാതെ ഒന്നും പുറത്തെടുക്കാനാകില്ല എന്നതുകൊണ്ടാണ് ആന്റണി രാജു തൊണ്ടിയിൽ നടത്തിയ തിരിമറിക്ക് ജോസ് പ്രതിയാകുന്നത്. 1ാം പ്രതിയാണ് ജോസ്. സർവീസിലെ അയാളുടെ പരിചയക്കുറവ് ആന്റണി രാജുവും സീനിയർ അഭിഭാഷകയായിരുന്ന സെലിൻ വിൽഫ്രഡും ചേർന്ന് മുതലാക്കിയതാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട്. അറിഞ്ഞുകൊണ്ട് തിരിമറിക്ക് അദ്ദേഹം കൂട്ടുനിൽക്കില്ല. അദ്ദേഹത്തെ ഇരയാക്കിയതാണ് എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്നത് അടുപ്പക്കാർ മാത്രമല്ല, അദ്ദേഹത്തെ നേരിട്ടറിയുന്ന ജുഡീഷ്യൽ ഓഫീസർമാരും കൂടിയാണ്. തൊണ്ടി വസ്തുക്കളുടെ ചുമതലക്കാരൻ ജോസിന്റെ ജാഗ്രത കൊണ്ടാണ് തൊണ്ടിയായ അണ്ടർവെയർ പുറത്തെടുത്ത് കൊണ്ടുപോകുമ്പോൾ രജിസ്റ്ററിൽ ആന്റണി രാജുവിന് പേരെഴുതി ഒപ്പിടേണ്ടി വന്നത്. അല്ലായിരുന്നെങ്കിൽ ഈ നിർണായക തെളിവ് പോലും ഉണ്ടാകാമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരും കോടതി ജീവനക്കാരിലുണ്ട്. റിസീവ്ഡ് എന്നും റിട്ടേൺഡ് എന്നും എഴുതി ഒപ്പിട്ട ആ രേഖയാണ് ഇന്ന് ആന്റണി രാജുവിനെതിരായ പ്രധാന തെളിവ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.